സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെയാണ് തദ്ദേശ വോട്ടിന്റെ ഓരോ പാർട്ടികൾക്കുമുള്ള വോട്ട് കണക്കുകൾ പുറത്തുവിട്ട ദിവസമാണ്. ഒപ്പം ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് മുന്നിൽ, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കൽ കൂടി ഉണ്ടാവുന്നുണ്ട്. മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാധ്യതാ ചർച്ചകളിൽ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള ചർച്ചകൾ, ഒപ്പം UDFന്റെ മുന്നണി വിപുലീകരണം, ഇങ്ങനെ സങ്കീർണമായ വാർത്താ ദിനമാണ് നമുക്ക് മുന്നിൽ. വിശദമായി പരിശോധിക്കാം വരുന്ന മണിക്കൂറുകൾ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ആധിപത്യം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇടത് കോട്ടകളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള UDFന്റെ കടന്നുകയറ്റമാണ് ഉണ്ടായത്. വോട്ട് കണക്കുകളും പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വോട്ട് കണക്കിൽ ഏത് പാർട്ടിക്കാണ് ഏറ്റവും അധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് എന്നത് കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ സൂചകം കൂടിയായി മാറുകയാണ്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്നതിനപ്പുറം രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള കണക്കെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ്. ആരാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യത്തിലുള്ള ഉത്തരം തേടലും കൂടിയാണോ ഈ കണക്കെന്ന പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുമ്പോൾ പോലും CPM എന്ന ഒറ്റ കക്ഷിക്കായിരുന്നു ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ കണക്കിൽ അതിന് മാറ്റമുണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഇത്തവണ വോട്ട് സമാഹരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. 29.17% വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള CPM നേടിയതാവട്ടെ 27.16% വോട്ടുകളാണ്. വലിയ അവകാശവാദങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് ഇത്തവണ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് സാഹചര്യം. നമുക്ക് വിശദമായി നോക്കാം. സംസ്ഥാനത്തെ വോട്ട് കണക്കുകൾ, വോട്ട് ശരാശരി എങ്ങനെ ഏത് രീതിയിൽ പ്രതിഫലിച്ചു എന്ന കാര്യം കൂടി നമുക്ക് ഈ വോട്ട് കണക്കുകളിലേക്ക് വരാം. സംസ്ഥാനത്ത് പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ശതമാനം നമുക്ക് നോക്കുക. കോൺഗ്രസിനാണ് ഏറ്റവും അധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഏകദേശം 1,60,00,000 വോട്ടുകളോളം സമാഹരിച്ച് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശതമാന കണക്ക് നോക്കുമ്പോൾ 29.17%. CPIM ആണ് രണ്ടാമത്. 1,49,00,000 വോട്ടുകളാണ് സമാഹരിക്കുന്നത്. 27.16% വോട്ടുകൾ. BJPക്ക് നേടാനായതാവട്ടെ 14.76% വോട്ടുകൾ മാത്രമേ BJPക്ക് സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. അതായത് BJP അവകാശപ്പെട്ടത് വലിയ നേട്ടങ്ങളാണ്. പക്ഷേ വെറും 81 ലക്ഷം വോട്ടുകൾ മാത്രമാണ് സമാഹരിച്ചത്. 14.76%. BJPയുടെ അവകാശവാദങ്ങളുമായി ചേർന്ന് പോകുന്നതാണോ എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ശതമാനമാണ്. നോക്കൂ, മുസ്ലിം ലീഗിന് സംസ്ഥാനത്ത് സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ട് കണക്ക് നോക്കുമ്പോൾ 9.77% വോട്ടുകളാണ്. 53 ലക്ഷം വോട്ടുകളാണ് അവർ സമാഹരിച്ചിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ CPI ആണുള്ളത്. ശ്രദ്ധിക്കുക, CPI മുസ്ലിം ലീഗിനും പുറകിലാണ് വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നത്. ഇത്തവണ CPI 5.58% വോട്ടുകൾ, അതായത് 30 ലക്ഷത്തോളം വോട്ടുകളാണ് സംസ്ഥാനത്ത് നിന്നും CPI സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. ഇനി ആറാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നോക്കുക, കേരള കോൺഗ്രസ് M തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടികളിൽ ഏറ്റവും അധികം വോട്ട് സംഭരിച്ചിരിക്കുന്നത്. അവർക്ക് 8.9 ലക്ഷം വോട്ടുകൾ കിട്ടി. അതായത് ശതമാന കണക്കിലേക്ക് വരുമ്പോൾ 1.62% വോട്ടുകളാണ് ഇതിൽ കേരള കോൺഗ്രസ് M സമാഹരിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. നോക്കൂ, കേരള കോൺഗ്രസിൻ്റെ അടുത്ത വോട്ടുകളിലേക്ക് പോകുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ നോക്കാം. കേരള കോൺഗ്രസ് വോട്ടുകളിൽ പിന്നീട് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, PJ ജോസഫിനൊപ്പമുള്ള വിഭാഗമാണ്. 7.3 ലക്ഷം വോട്ടുകളാണ് അവർക്ക് സംസ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത്. അതായത് 1.33% വോട്ടുകളാണ് ഉണ്ടാവുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ പരാമർശിച്ച ഈ പേരുകൾ മാത്രമാണ് 1% അതിന് മുകളിലേക്കോ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ്. മറ്റ് പാർട്ടികളെല്ലാം ചെറിയ പാർട്ടികളാണ്. അവർ സമാഹരിച്ച വോട്ടുകൾ നോക്കുക. NCP 2 ലക്ഷം വോട്ടുകളാണ് NCP സ്ഥാനാർത്ഥിക്ക് സംസ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത്. അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 0.37% വോട്ടുകളാണ്. RSPക്ക് കൂടുതൽ വോട്ടുകൾ താരതമ്യേന NCPക്ക് മുകളിലാണ്. RSPക്ക് 2.6 ലക്ഷം വോട്ടുകൾ, അതായത് 0.48% വോട്ടുകൾ അവർ സമാഹരിക്കുന്നു. RJD 3.9 ലക്ഷം വോട്ടുകൾ. ശ്രദ്ധിക്കുക, ഇതിൽ ഇടതുമുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ് NCPയും
RJDയും. ഇതിൽ RJDക്കാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. 3.9 വോട്ടുകൾ, അതായത് 0.72% വോട്ടുകളാണ് ഇക്കാര്യത്തിൽ RJD സമാഹരിച്ചത്. ഇതാണ് പാർട്ടികളുടെ വോട്ട് കണക്കിലേക്ക് വരുമ്പോഴുള്ള പൊതുചിത്രം. നോക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബലാബലത്തിൽ ആര് മുന്നിൽ ആര് പിറകിൽ എന്നൊരു പൂർണ്ണമായ കണക്കെടുപ്പല്ല ഈ വോട്ട് ശതമാനം. കാരണം മുന്നണികൾ പൊതുവിൽ സമാഹരിക്കുന്ന വോട്ടുകളുടെ ഉപരി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അത് ആ പാർട്ടികളുടെ പേരിൽ അവകാശപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃത്യമായ ചില സൂചനകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സംസ്ഥാനത്തെ 2 വലിയ പാർട്ടികളാണ് കോൺഗ്രസും CPIM. രണ്ടുപേരും നമുക്കറിയാം സംസ്ഥാനത്തിൽ വിപുലമായ സംഘടനാ സംവിധാനമുള്ള, എല്ലാ മണ്ഡലങ്ങളിലും തന്നെ സാന്നിധ്യമുള്ള, 14 ജില്ലകളിലും തന്നെ കൃത്യമായ ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ മേൽക്കോയ്മ എന്ന ഒരു കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ സ്വാധീനം വളരെ പ്രകടമാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതാണ് ഈ കണക്കെടുപ്പിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള താരതമ്യം നമുക്ക് നടത്താനിരിക്കുന്നതേ ഉള്ളൂ. ആ താരതമ്യത്തിൽ ആര് മുന്നിൽ ആര് പുറകിൽ എന്ന കാര്യം കൂടിയുണ്ട്. അവിടെ CPMന് അവകാശപ്പെടാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന കണക്കെടുപ്പ് കൂടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ പാർട്ടികളുടെ വോട്ട് ശതമാനമാണ് പരിശോധിച്ചത്. ഇനി വരുമ്പോൾ മുന്നണികൾക്ക് കിട്ടിയ വോട്ട് ശതമാനം അതുകൂടി നമുക്ക് നോക്കാം. നോക്കൂ, മുന്നണികൾക്ക് കിട്ടിയ വോട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ UDFന് 41.15% വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇടതുമുന്നണി LDFന് 36.25%. അതായത് 5% ഡിഫറൻസ് ആണ് LDFും UDFും തമ്മിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ്. NDAയിലേക്ക് വരുമ്പോൾ 15.02%. അതിൽ 14.8% വരുന്നത് BJPയുടെ വോട്ടുകളാണ്. അവരുടെ ചില ഘടകകക്ഷികൾ സമാഹരിച്ച BDJS അടക്കമുള്ള ചില ചെറിയ ഘടകകക്ഷികൾ സമാഹരിച്ച നേരിയ വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് അത് 15.02% എന്ന ശതമാനം കണക്കിലേക്ക് വരുന്നത്. അതായത് NDA മൊത്തത്തിൽ നോക്കിയാലും അവർക്ക് 15% വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് ഈ വോട്ട് ചിത്രം കൂടി നമുക്ക് മുന്നിൽ വ്യക്തമാവുന്നത്. അതായത് മുന്നണികളുടെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ UDF ആണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഏറ്റവും സമാഹരിച്ചത്. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 5% LDFും UDFും തമ്മിലുള്ള ഡിഫറൻസ് എന്നതാണ് സാഹചര്യം. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 നമുക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള താരതമ്യം അതുകൂടി നമുക്ക് നോക്കാം. ആ താരതമ്യത്തിൻ്റെ കണക്ക് വരുമ്പോൾ കൂടി അല്പം കൂടെ വ്യക്തമായൊരു ചിത്രം നമുക്ക് മുന്നിൽ ഉണ്ടാകുമെന്ന് കരുതാം. നോക്കുക, കോൺഗ്രസ് ലോക്സഭയിൽ 2024 ലോക്സഭയിൽ കോൺഗ്രസ് കേരളത്തിൽ സമാഹരിച്ചത് 35.3% വോട്ടുകളാണ്. നോക്കൂ, തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 29.17% തദ്ദേശ ശതമാനം കൂടി. അതായത് UDFന് വലിയ വിജയമുണ്ടായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും അവിടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ട്രെൻഡാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് സാഹചര്യം. നോക്കൂ, രണ്ടാമത് CPM സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭയിൽ സമാഹരിച്ചത് 26% വോട്ടുകളാണ്. നോക്കൂ, തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് 27.16% വർധനവുണ്ട്. അതായത് 1%ത്തിൽ 1.16% വർധനവ് CPMന് ഉണ്ടായിട്ടുണ്ട്. BJPയിലേക്ക് വരൂ. BJP 16.8% വോട്ടുകൾ ലോക്സഭയിൽ അവർ സമാഹരിച്ചിരുന്നു. പക്ഷേ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ കുറഞ്ഞു. 14.76% ഇത് കുറഞ്ഞു എന്നതാണ് സാഹചര്യം. ലോക്സഭയിലുണ്ടായ അനുകൂല സാഹചര്യം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടി വരും. BJP നേതാക്കൾ ഒരുപക്ഷേ ഈ വോട്ട് കണക്കിലുള്ള മറുപടികൾ കൂടി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ വോട്ട് ശതമാനം നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേടിയത് 6%. മുസ്ലിം ലീഗ് നേടിയത് 6.1% വോട്ടുകളാണ്.